നമ്മുടെ പ്രിയപ്പെട്ട ഇത് പൂത്താങ്കിരി പഞ്ചായത്ത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ കത്തി നിൽക്കുമ്പോൾ പൂത്താങ്കിരിയും ഒട്ടും പിറകോട്ടിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വരൂ, നമുക്ക് തിരഞ്ഞെടുപ്പിന്റെ ചൂടിന് വിശേഷങ്ങൾ സ്ഥാനാർത്ഥികളോട് തന്നെ ചോദിച്ചറിയാം. അപ്പൂപ്പ, നമ്മുടെ സ്ഥാനാർത്ഥി എങ്ങനെയുണ്ട്? മെസ്സി കൊച്ചനെ കുറിച്ച് പറയുമ്പോൾ മെസ്സി കൊച്ചൻ ഞങ്ങളുടെ കണ്ണിൽ ഉണ്ണിയാണ്. ഈ പഞ്ചായത്തിന്റെ മുത്താണ്. എന്താവശ്യത്തിന് വിളിച്ചാലും അവന് ഓടി വരും. താങ്കളെ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്തതിൽ മുന്നണിയിൽ ഭിന്നിപ്പുണ്ടെന്നാണല്ലോ പറഞ്ഞത്. ഒരു ഘട്ടത്തിൽ ബി ലീഗിന്റെ പ്രവർത്തകനായ നെയ്മറിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നല്ലോ. അത് ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അത്തരം ഒരു ഭിന്നിപ്പം പാർട്ടിയിലോ മുന്നണിയിലോ ഇല്ല. അപ്പൊ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ കണ്ട നിങ്ങളുടെ വഴക്കിന്റെ വീഡിയോ? അത് മുഴുവൻ അല്ലേ. നമുക്ക് അടുത്ത സ്ഥാനാർത്ഥിയിലേക്ക് പോവാം. എവിടം വരെയായ പ്രവർത്തനങ്ങൾ? കഴിഞ്ഞ 10 വർഷത്തെ ഞങ്ങളുടെ പ്രവർത്തനം വളരെ മികച്ചതായിരുന്നു. അത് ജനങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാലോ, കൂത്താങ്കിരി എന്തു മാറ്റാൻ മാറിയത്. ന്യൂയോർക്കിനെ വെല്ലുന്ന സൗകര്യങ്ങൾ അല്ലേ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞത്. കൂടാതെ യുവജനങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടാതിരിക്കാൻ എഐക്കെതിരെ നടത്തിയ വിരോചിതമായ സമരങ്ങളും തുടങ്ങി അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനവും ഒക്കെ വോട്ടായി പ്രതിഫലിക്കും. നമുക്കിനി AJP സ്ഥാനാർത്ഥിയായ എംബാപ്പയുടെ ഇലക്ഷൻ വിശേഷങ്ങൾ ചോദിച്ചറിയാം. കിലിയേട്ടാ, ഇലക്ഷൻ പ്രവർത്തനമൊക്കെ എവിടെ വരെയായി? ഈ വട്ടം കൂത്താങ്കിരി ഞാനും എടുക്കും. ജനങ്ങൾ എനിക്ക് തരും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെന്നറിഞ്ഞല്ലോ. ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ലേ, അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ അന്നേരം അതിനെക്കുറിച്ച് പറയാം. ഡോണ്ട് ട്രൈ ടു പ്ലേ വിത്ത് മീ റിപ്പോർട്ടർ. കൂത്താങ്കിരിയുടെ ഇലക്ഷൻ വിശേഷങ്ങൾ ഇവിടെയും കൊണ്ട് തീരുന്നില്ല. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് കാണാം.